ഹായ്, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. ഈ അടുത്ത കാലത്ത് ഞാനൊരാളെ നഗരത്തിൽ വെച്ച് കണ്ടിരുന്നു. എൻ്റെ നാട്ടുകാരൻ തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം നാട് വിട്ട് മറ്റേതോ ദേശത്തേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. കുറെ കടം പലരിൽ നിന്നും മേടിച്ച് ബിസിനസ്സൊക്കെ നടത്തി. പിന്നീട് അത് പൊളിഞ്ഞുപോയി. അങ്ങനെ നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ പോയതാണ് എന്നാണ് അറിവ്. ഞാൻ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ വളരെയധികം നിരാശനും ദാരിദ്ര്യത്തിന്റെ മേലങ്കിയെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പരിചയപ്പെടുത്തി സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ടത്, അവരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞു. എൻ്റെ നാട്ടുകാർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഈ ലോകത്തിൽ എനിക്കിനി പ്രതീക്ഷകളൊന്നുമില്ല. ഇങ്ങനെ ഞാനങ്ങ് ജീവിച്ചു തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദുഃഖത്തിന്റെ കനത്ത തിരമാല അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് ഞാൻ കുറെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം എൻ്റെ അടുത്ത് ഏറ്റു പറയുകയുണ്ടായി. എന്നെ കൊണ്ട് കഴിയുന്ന ചില സഹായങ്ങളും അദ്ദേഹത്തിന് നൽകാൻ ആ സമയത്ത് എനിക്ക് കഴിഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന്റെ ജീവിതം പുതിയ ഒരു മേഖലയിലൂടെ പച്ചപിടിച്ച് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇന്ന് നിങ്ങളെ തേടി ആൾക്കാർ വരുന്നു, ബന്ധുക്കൾ വരുന്നു, സുഹൃത്തുക്കൾ വരുന്നു, അങ്ങനെ പലരും ഉണ്ടാകുന്നു. നിങ്ങളടുത്ത് അഭിപ്രായം ചോദിക്കുന്നു, നിങ്ങളെ എല്ലായിടത്തും ക്ഷണിക്കുന്നു, നിങ്ങൾക്ക് നല്ല വില നൽകുന്നു. പക്ഷേ ഇത് എന്നും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതരുത്. ജീവിതത്തിൽ ഒരാളെ ആൾക്കാർ ഒറ്റപ്പെടുത്തുന്നത് ഒരു ദിവസം കൊണ്ടായിരിക്കുകയില്ല. ചെറിയ ചെറിയ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക, മോശം സ്വഭാവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക, എവിടെയും അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക, സമയത്തിന് വില കൽപ്പിക്കാതിരിക്കുക, ബന്ധങ്ങൾക്ക് പരിഗണന കൊടുക്കാതിരിക്കുക, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരിക്കുക, ചിലരെ വില കുറച്ച് കാണുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിന്റെ മൂല്യം പതിയെ പതിയെ കുറച്ചുകൊണ്ട് വരികയാണ്. ഒരു കാലത്ത് ഒട്ടനവധി പേർ അന്വേഷിച്ചെത്തിയിരുന്ന പല പ്രമുഖരെയും ഇന്ന് ആൾക്കാർ കണ്ടാൽ കൂടി തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലായിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തും ഇങ്ങനെയുള്ള ചില വ്യക്തികളെ കാണാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിത അനുഭവം തന്നെ ഇങ്ങനെ ഒന്നായിരിക്കും. ചില വ്യക്തികൾക്ക് തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടോ തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടതുകൊണ്ടോ ജനങ്ങളിൽ നിന്ന് അകലേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചിലർക്ക് സമ്പത്ത് കാണും, പദവി കാണും, എല്ലാം ഉണ്ടായിരിക്കും. എന്നിട്ടും കുടുംബത്തിലുള്ളവരും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഇവരെ വെറുക്കുന്നു. ഏറ്റവും വലിയ സത്യം എന്താണെന്ന് അറിയാമോ? ലോകം നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് എന്തുമാത്രം മൂല്യം കൽപ്പിക്കുന്നു എന്നതിനെ കണ്ടിട്ടാണ്. ആ മൂല്യം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് എല്ലാവരും അകന്നു പോയേക്കും. അത് തിരിച്ചറിയുവാൻ നിങ്ങൾ വളരെ വൈകിയെന്നും ഇരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാളെ ഒരു ഒറ്റപ്പെട്ടവനായിട്ട് മാറാൻ, ആർക്കും വേണ്ടാത്ത ഒരാളായി പരിണമിക്കാൻ ഇത് കാരണമാക്കിയേക്കാം. ചില വ്യക്തികൾക്ക് തങ്ങൾ ഒറ്റപ്പെട്ടു പോയതിന്റെ കാരണങ്ങൾ അറിയില്ലായിരിക്കാം. എല്ലാവരും എൻ്റെ സേവനം സ്വീകരിച്ചതിന് ശേഷം എന്നെ തള്ളിക്കളഞ്ഞു എന്നായിരിക്കും അവർ കരുതുന്നത്. എന്നാൽ തങ്ങളുടെ ഉള്ളിലേക്ക് ചികഞ്ഞിറങ്ങിയാൽ സ്വന്തം തെറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ വലിയ വലിയ തെറ്റുകളൊന്നും നമ്മൾ ചെയ്യണമെന്നില്ല. എന്നാൽ മറന്നുവെച്ച ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ പിൽക്കാലത്ത് കടപുഴക്കി എറിഞ്ഞേക്കാം. ജീവിതത്തിൽ എന്നെന്നും വിലയും സ്വാധീനവും മറ്റുള്ളവരുടെ അംഗീകാരവും നേടിയെടുക്കണമെന്നും ഒരിക്കലും ഞാൻ നിമിത്തം മറ്റുള്ളവർ എന്നെ അവഗണിച്ച് കളയരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഒരു വഴികാട്ടിയായിരിക്കും ഈ വീഡിയോ. ആദ്യത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. സമയത്തിന് വില കൊടുക്കുക എന്നുള്ളതാണ് അത്. ഒരു വ്യക്തിയുടെ സ്വഭാവവും വിശ്വസ്തതയും വിലയിരുത്താൻ ആൾക്കാർ മാനദണ്ഡമാക്കുന്നത് അയാളുടെ സമയ കൃത്യതയാണ്. അത് പാലിക്കുന്നില്ലെങ്കിൽ ആൾക്കാർക്ക് ആ വ്യക്തിയുടെ മേൽ വിശ്വാസ്യത നഷ്ടപ്പെടും. കാരണം സമയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. നിങ്ങൾ ഒരു വ്യക്തിയുടെ സമയത്തെ നഷ്ടപ്പെടുത്താൻ പോകുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ബഹുമാന്യതനായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, അവർ നിങ്ങളെ വെറുക്കും. നിങ്ങളെ പിൽക്കാലത്ത് ആട്ടിയകറ്റാൻ അത് കാരണമാക്കും. ഒരാൾക്ക് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വീണ്ടും സമ്പാദിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ നിമിത്തം അയാളുടെ ഒരുപാട് സമയം വേസ്റ്റായി പോയാൽ അയാൾ ഒരിക്കലും അത് പൊറുക്കുകയില്ല. ചില ഓഫീസുകളിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാം, ഒരു ഒപ്പിന് വേണ്ടിയിട്ട് ക്യൂ കിടക്കുന്ന എത്രയോ പാവപ്പെട്ടവർ. ആ ഉദ്യോഗസ്ഥന് അതൊന്ന് പരിശോധിച്ച് ഒരു ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ടി വരില്ല. പക്ഷേ തന്റെ ഉള്ളിലെ ധാർഷ്ട്യവും താനിരിക്കുന്ന സീറ്റിന്മേലുള്ള അമിത അധികാരവും അഹങ്കാരവും കൊണ്ട് തന്റെ കീഴിൽ വന്നിരിക്കുന്നവരെ ഇയാൾ പുച്ഛത്തോടെ കാണും. ഇതൊരു സ്വഭാവമായി അയാളിൽ വളരും. പിൽക്കാലത്ത് ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം അധപ്പതിക്കാൻ അത് തന്നെ മതിയാകും. ഒരു ഓഫീസിലെ കാര്യം എടുക്കാം. അവിടെ 2 ഉദ്യോഗസ്ഥരുണ്ട്. 2 പേർക്ക് ഒരേ ജോലിയാണ്. ഒരു ഉദ്യോഗസ്ഥൻ സമയത്തിന് വന്ന്
എല്ലാ ജോലിയും കൃത്യമായി നിർവഹിക്കുന്നു. മറ്റേ ഉദ്യോഗസ്ഥന് കഴിവുകളെല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ വൈകി എത്തുന്നു. തന്റെ ജോലിയിൽ പൂർണ്ണമായ ഉത്തരവാദിത്വങ്ങൾ ഒന്നും കാണിക്കുന്നില്ല. മാനേജ്മെന്റ് ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും വിലയിരുത്തുന്നു. എന്നിട്ട് കൃത്യമായ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് പ്രൊമോഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നു. രണ്ടാമനെ ഇവർ ഒഴിവാക്കുന്നു. ഇവിടെ ഒരാളുടെ കഴിവിനേക്കാൾ വിശ്വാസ്യതയ്ക്കാണ് മാനേജ്മെന്റ് പ്രാധാന്യം കൊടുക്കുക. ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളെക്കാളും കഴിവ് കുറഞ്ഞ ആളാണെങ്കിലും അദ്ദേഹം സമയകൃത്യതയും ജോലിയിലെ തന്റെ ഉത്തരവാദിത്വവും കാണിക്കുന്നുണ്ട്. സമയത്തിന് എത്താതിരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്ത രാഹിത്യമായിട്ടും പലരും കരുതാറുണ്ട്. ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്, നീ 5 മണിക്ക് കുളിച്ച് ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കുക, നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം, സിനിമ കാണാം എന്നെല്ലാം പറയുകയാണ്. ഭാര്യ അതിനനുസരിച്ച് കുളിച്ചൊരുങ്ങി കാത്തിരിക്കുന്നു. എന്നാൽ ഭർത്താവാട്ടെ പുറത്ത് കൂട്ടുകാരോട് സമയം ചെലവഴിച്ച് രാത്രി വൈകിട്ടാണ് എത്തുക. ഇത് ഭാര്യയ്ക്ക് വളരെയധികം വേദനാജനകമാകും. തന്റെ ഭർത്താവ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്നൊരു ബോധ്യമാകും അവർക്ക് ഉണ്ടാവുക. 1-2 തവണ ഇതേ കാര്യം ആവർത്തിച്ചു കഴിയുമ്പോൾ അവരുടെ വ്യക്തിബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീണിരിക്കും. ഈ അകൽച്ച അവരുടെ ജീവിതത്തിൽ ഒരുപാട് കരിനിഴൽ വീഴ്ത്തിയേക്കാം. ഏതെങ്കിലും സാഹചര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ രണ്ടുപേരും 2 തട്ടിലേക്ക് മാറിപ്പോകാൻ ഇത് തന്നെ വലിയൊരു കാരണമാകും. നമ്മുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വിജയിച്ച വ്യക്തികളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അവർ സമയകൃത്യത പാലിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും ഒരു വാക്ക് നൽകുകയാണെങ്കിൽ ആ വാക്ക് പാലിക്കാൻ അവർ എപ്പോഴും ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തികളുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും മറ്റുള്ളവർ വലിയ ബഹുമാനവും മൂല്യവും നൽകിയിരുന്നു. സമയത്തെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതം സ്വയം നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൈവിട്ടു പോകുന്നത് നിങ്ങൾ വൈകിട്ടേ അറിയുകയുള്ളൂ. സമയത്തെ ബഹുമാനിച്ച് തന്റെ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളെ ചുറ്റുമുള്ളവർ ബഹുമാനിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. രണ്ടാമത്തെ കാര്യം സ്ഥിരമായി കള്ളം പറയുക എന്നുള്ളതാണ്. കള്ളം പറയുന്നത് ആദ്യകാലത്ത് ചെറിയ നേട്ടങ്ങളൊക്കെ സമ്മാനിച്ചേക്കും. ചില ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ചിലയിടത്ത് പ്രശംസ പിടിച്ചു പറ്റാനും ചിലയിടത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോരാനും ഒക്കെ ഈ കള്ളം സഹായിച്ചു എന്ന് വന്നേക്കാം. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ മറ്റുള്ളവർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. ഇത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ താറുമാറാക്കുന്ന കാര്യമാണ്. ഒരിക്കൽ കള്ളം പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ ആ കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം കള്ളം പറയേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ കള്ളങ്ങളുടെ ചങ്ങല രൂപീകരിക്കപ്പെടുമ്പോൾ നമ്മൾ തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുകയാണ്. നമ്മുടെ ഒറിജിനാലിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടി തനിക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടി എന്ന് പറയുകയാണ്. മാതാപിതാക്കളുടെ വഴക്കിനെ പേടിച്ചിട്ടാണ് അവൻ പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മാതാപിതാക്കൾ സന്തോഷിക്കും. എന്നാൽ മാർക്ക് ലിസ്റ്റ് കള്ളം പറയില്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് നിരാശ വരും. ഇല്ലെങ്കിൽ മാതാപിതാക്കൾ ഈ മാർക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി അവൻ അതിൽ തിരുത്തലുകൾ വരുത്തിയായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ അതും മുന്നോട്ട് പോകും. പക്ഷെ ഒരു നാൾ അധ്യാപകർ പറഞ്ഞോ മറ്റോ ഈ മാതാപിതാക്കൾ സത്യം തിരിച്ചറിയും. അതോടെ കുട്ടിയെ കഠിനമായി ശിക്ഷിക്കാനും ഒരുപക്ഷെ അവനിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടാനും കാരണമാകും. ജോലി സ്ഥലത്തും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. തന്റെ ജോലി പൂർത്തിയാക്കാതെ എല്ലാം ഓക്കെ ആയി എന്ന് പറയുന്ന ചില സഹപ്രവർത്തകരെ നമുക്ക് കാണാൻ പറ്റും. ഇവർ പറഞ്ഞത് കള്ളമാണെന്ന് കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. ഇതോടുകൂടി ആ വ്യക്തിയുടെ മേൽ നമുക്കുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ നിരന്തരം ചെല്ലുമ്പോൾ അയാൾ പറയും, സർ 1-2 ദിവസം കഴിഞ്ഞ് വന്നോളൂ, ഞാൻ തരാം എന്ന് ഇയാൾ പറയും. നമ്മൾ എന്നും ചെല്ലുമ്പോഴും ഗണപതി കല്യാണം പോലെ ഇയാൾ നാളെ എന്നുള്ള വാക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഒടുവിൽ നമുക്ക് ദേഷ്യം വരും. ചിലപ്പോൾ അയാളുടെ സേവനം പിന്നീട് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകാതെ വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏൽപ്പിച്ച വസ്തുത തിരികെ മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കള്ളം പറയുന്ന വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്തു വെക്കേണ്ടി വരും. കാര്യം താൻ പറഞ്ഞ കള്ളം മറ്റൊരിടത്ത് മാറ്റി പറയാൻ പാടില്ലല്ലോ. മാത്രമല്ല സത്യം പറയുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. അവർ പറഞ്ഞത് വാസ്തവം ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല മനസ്സമാധാനം ഉണ്ടാവും. ബന്ധങ്ങൾ നിലനിൽക്കുന്നത് വിശ്വാസത്തിന്റെ പുറത്താണ്. ഒരാൾ കള്ളം പറഞ്ഞു തുടങ്ങുമ്പോൾ ആ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. പതിയെ ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോകാനായിരിക്കും മറ്റുള്ളവർ ശ്രമിക്കുന്നത്. കള്ളം പറയുന്ന വ്യക്തിക്ക് താൻ ചെയ്യുന്ന കാര്യത്തിന് പിൽക്കാലത്തുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് വലിയ ബോധ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോഴത്തെ അവസരത്തിന് അയാൾ പറഞ്ഞു നടക്കുന്നതായിരിക്കും. നാളെ ഒരു കാലത്ത് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുമ്പോഴാണ് ചിലർക്കെങ്കിലും ബോധ്യമാവുക തന്റെ നാവ് കുറച്ചുകൂടി ഭംഗിയാക്കി വച്ചിരുന്നെങ്കിൽ ജീവിതം ഇത്രത്തോളം മോശകരമാവുകയില്ലായിരുന്നു എന്ന്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് സത്യം പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ദീർഘകാലമായിട്ട്
നമ്മൾ കള്ളം ചുമക്കുന്നതിനേക്കാളും ചെറിയ ചില ഭവിഷ്യത്തുകൾ ഏറ്റുവാങ്ങി സത്യം തുറന്നു പറഞ്ഞ് ആ തലയിലെ ഭാരം ഒഴിവാക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. ഇത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നമ്മളോടുള്ള വിശ്വാസ്യതയെ വർദ്ധിപ്പിക്കുകയായിരിക്കും ചെയ്യുക. അടുത്തെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യന്റെ മഹത്വം ഇരിക്കുന്നത് അവൻ എത്രത്തോളം ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല, അയാൾ മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പണവും സ്ഥാനവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ചിലരെ ചില ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ കളിയാക്കുന്നത് കാണാം. ആ സമയത്ത് അവർക്കതൊരു ആനന്ദമായിരിക്കാം. പക്ഷേ ഈ ശീലം മുന്നോട്ട് പോകുമ്പോൾ ഇവർ പലരാൽ വെറുക്കപ്പെടുന്ന വ്യക്തിയായി മാറുന്നു എന്ന് ഈ അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്നില്ല. ഒരു ദീർഘകാലം എത്തുമ്പോൾ സമൂഹത്തിലെ ഒട്ടുമിക്ക പേരും ഈ വ്യക്തിയെ വെറുക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പലരും വലിയൊരു തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ മുകളിലുള്ള ആളെ ബഹുമാനിച്ചാൽ മാത്രം മതി, താഴെയുള്ള ആളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവർ എൻ്റെ തലയിൽ കയറിയിരിക്കും എന്നൊക്കെ ആരൊക്കെയോ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനുഷ്യർ തമ്മിൽ ഇടപെടുമ്പോൾ പരസ്പര ബഹുമാനം വേണം. അത് ഏത് പദവിയിലിരിക്കുമ്പോഴും ബാധകമാണ്. ഒന്നോർക്കുക, ജീവിതം എപ്പോഴും ഒരേ ലെവലിലല്ല കാണപ്പെടുന്നത്. നമ്മൾ വലിയൊരു ഉദ്യോഗസ്ഥനായിട്ട് ഒരു ഓഫീസിൽ അഹങ്കരിച്ച് നടക്കുകയാണ്. കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ കീഴ് ജീവനക്കാരെയൊക്കെ നമ്മൾ മുട്ടുകാലിൽ നിർത്തുന്ന പ്രകൃതം ഉണ്ടെന്ന് കരുതിക്കോളും. കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് ആ സർവീസിൽ നിന്ന് വിരമിക്കേണ്ടി വരും. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അതേ ഓഫീസിൽ ചെല്ലുമ്പോൾ ആ കീഴ് ജീവനക്കാരെല്ലാം വലിയ പോസ്റ്റിൽ എത്തിയിരിക്കും. അവർ നമ്മളോട് കാണിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനും അധികം തീവ്രമായിട്ടുള്ള അവഗണനയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ പരമാവധി ദ്രോഹിക്കുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുക. ചില വ്യക്തികൾ ഒരിക്കലും നിങ്ങളടുത്ത് അത് തുറന്ന മനസ്സോടെ പറയുകയില്ല. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരാം എന്നായിരിക്കും ആ ഓഫീസിലുള്ള വ്യക്തി പറയുന്നത്. പക്ഷെ അകത്ത് ചെന്നിട്ട് പറയുന്നതോ, എന്നെ കുറെ കഷ്ടപ്പെടുത്തിയ ആളാണ്, ഇയാൾക്ക് ഈ കാര്യം ശരിയാക്കി കൊടുക്കരുത് എന്നായിരിക്കും അദ്ദേഹം തന്റെ കൂടെയുള്ളവരടുത്ത് പറയുക. ബഹുമാനം എന്ന് പറയുന്നത് പണം ചെലവാക്കേണ്ടുന്ന ഒരു കാര്യമല്ല. ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി, സ്നേഹപൂർവമായിട്ടുള്ള പെരുമാറ്റം, ഇതൊക്കെ മതിയായിരിക്കും. ഇവ നൽകാൻ കഴിയാത്തവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാൻ തുടങ്ങിയിരിക്കും. പ്രത്യേകിച്ച് കുടുംബത്തിലും ജോലിസ്ഥലത്തും ബന്ധുജനങ്ങൾക്കിടയിലും സുഹൃത്ത് ജനങ്ങൾക്കിടയിലും എല്ലാം ബഹുമാനം വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ നിരന്തരം ഒരാളെ താഴ്ത്തിക്കെട്ടാനോ കളിയാക്കാനോ അവഹേളിക്കാനോ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അവർ നിങ്ങളുടെ അടുത്ത് പ്രതിഷേധം അറിയിച്ചില്ലെങ്കിലും നിങ്ങളടുത്ത് ഒന്നും പറഞ്ഞില്ലെങ്കിലും ശരി, അവരുടെ ഉള്ളിൽ അമർഷം പുകയുന്നുണ്ടായിരിക്കും. അവർ നിങ്ങളിൽ നിന്ന് മാറി നടക്കാനും ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇത് കാരണമാകും. പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യർ നിങ്ങളുടെ പണത്തെയും അധികാരത്തെയും മറന്നേക്കാം, നിങ്ങളുടെ സ്ഥാനമാനങ്ങളെ മറന്നേക്കാം, നിങ്ങൾ കൂടിയവനോ ഒരുപാട് അധികാര മേഖലയിൽ പിടിപാടുണ്ട് എന്നുള്ള കാര്യങ്ങളെ എല്ലാം മറന്നുപോയിക്കാം. പക്ഷെ മറക്കാത്ത ഒന്നുണ്ട്, നിങ്ങൾ ഒരു കാലത്ത് ഒരാളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതൊരിക്കലും മറക്കുകയില്ല. ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ അവർ നിങ്ങളെ ശക്തമായിട്ട് അവഗണിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്നെന്നും വിലയും ബഹുമാനവും ഒക്കെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യം മറ്റുള്ളവർക്ക് അർഹമായ പരിഗണന കൊടുക്കണം. അവരെ പൂർണ്ണമായിട്ടും ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ശരി, അവരെ അനാദരിക്കരുത്. കാരണം ബഹുമാനം യഥാസ്ഥിതിയിൽ കൊടുക്കുന്നവർക്കാണ് യഥാകാലത്ത് യഥാർത്ഥത്തിലുള്ള ബഹുമാനം ലഭ്യമാകുക. അടുത്തത് നന്ദിയില്ലായ്മയാണ്. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലുത് നന്ദിയുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് പലരും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കും, പിന്നീട് അത് മറക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഉയർച്ചകളെ താണ്ടി മുന്നോട്ട് പോകുമ്പോഴെല്ലാം തങ്ങളെ പിന്നിൽ നിന്ന് സഹായിച്ചവരെയെല്ലാം ഇവർ മറന്നുകൊണ്ടേയിരിക്കും. തൻ്റെ വിജയത്തിന് പിന്നിലുള്ള എല്ലാവരെയും മറക്കുന്ന ഒരാൾ നന്ദികെട്ട ഒരു മനസ്സിന് ഉടമയായിത്തീരും. നന്ദിയില്ലാത്ത ആൾക്കാരെ ആദ്യകാലങ്ങളിൽ ഇത് തിരിച്ചറിയാത്ത ചില വ്യക്തികളൊക്കെ സഹായിച്ചേക്കാം. എന്നാൽ ഒരു അനുഭവം അവരിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഈ വ്യക്തികൾ ദുഃഖത്തോടെ മനസ്സിലാക്കുന്നു തങ്ങൾ ഹെൽപ്പ് ചെയ്തത് തികച്ചും മോശപ്പെട്ട ഒരാളെയായിരുന്നു എന്ന്. ഇത് അവർക്ക് വലിയ ആഘാതമാകുന്നു. അതോടൊപ്പം ഈ മോശപ്പെട്ട വ്യക്തിയിൽ നിന്ന് അകന്നു പോകാനും അവർ തയ്യാറാകുന്നു. ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, അവർക്ക് മോശപ്പെട്ട സ്ഥിതി വരുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് അയാളെ സഹായിക്കും, എങ്ങനെയെങ്കിലും അയാൾ രക്ഷപ്പെടും. അപ്പോൾ അയാൾ എല്ലായിടത്തും വളരെ നന്ദിയോടുകൂടി സന്തോഷത്തോടു കൂടി തന്റെ സ്നേഹപ്രകടനങ്ങളെല്ലാം നടത്തും. എന്നിട്ട് ഈ മനുഷ്യൻ നല്ലൊരു സ്ഥിതിയിലെത്തുമ്പോൾ തന്നെ സഹായിച്ച എല്ലാവരെയും മറക്കും. ഈ വ്യക്തികളിൽ ആരെങ്കിലും സഹായം തേടി ചെന്നാൽ അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ പോലും നിന്നേക്കാം. ഒടുവിൽ വീണ്ടും ഇയാൾക്ക് സാമ്പത്തിക പ്രയാസം വരുമ്പോൾ ഇയാൾ കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ തേടി ചെല്ലുമെങ്കിലും ഒറ്റൊരാൾ പോലും അയാളെ തിരിഞ്ഞു നോക്കാറില്ല. കാര്യം അവർക്ക് ജീവിതത്തിൽ അനുഭവമുണ്ട്. അനുഭവം കിട്ടിയ മനുഷ്യർ പിന്നീട് വീണ്ടും പഴയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ലല്ലോ. ഇങ്ങനെ തകർന്നുപോയ ഒട്ടേറെ പേരെ നമുക്ക് ചുറ്റുപാടുകളിൽ കാണാൻ പറ്റും.
നന്ദി പറയുക എന്ന് പറഞ്ഞാൽ ഒരു സേവനം കിട്ടിക്കഴിഞ്ഞ ഉടനെ താങ്ക് യു എന്ന് പറയുന്ന ഒരു വാക്കല്ല. പകരം നമ്മളെ കൊണ്ട് കഴിയുന്ന സമയത്ത് അശരണരായിട്ടുള്ള, നമ്മളെ സഹായിച്ചതോ സഹായിക്കാത്തതോ ആയ വ്യക്തികളെ കൈപിടിച്ച് രക്ഷിക്കുക എന്നുള്ളതും കൂടിയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മതി. നമ്മുടെ കയ്യിലുള്ള എല്ലായിടത്തും ചിലവാക്കി ചെയ്യണമെന്നൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ ഒരല്പമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാലേ നാളൊരു കാലത്ത് പ്രകൃതി തന്നെ നമുക്ക് തിരിച്ചടി നൽകിയേക്കും. ജീവിതത്തിൽ നമ്മൾ സ്വന്തമായിട്ട് നേടിയെന്നൊക്കെ അഹങ്കരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാം പിന്നില് ചിലരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് സൂക്ഷ്മമായിട്ട് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആരൊക്കെയോ കെട്ടിപ്പൊക്കിയ ഒരു ബിൽഡിങ്ങിന് മുകളിലാണ് നമ്മൾ ഒറ്റയ്ക്ക് നേടിയെന്ന് പറയുന്ന കാര്യങ്ങളും കൊണ്ട് നിൽക്കുന്നത്. അല്ലാതെ സമൂഹജീവിയായിട്ടുള്ള ഒരു മനുഷ്യന് ആരുടെയും സഹായം എടുക്കാതെ ഒരിക്കലും വലിയൊരു വിജയിയാകാൻ സാധിക്കുകയൊന്നുമില്ല. പക്ഷേ അയാളുടെ ഇച്ഛാശക്തി ആയിരിക്കും അയാളെ വിജയിപ്പിച്ചത്. എന്ന് വെച്ചാൽ ആരുടെയും സഹായം അയാൾ അതിനിടയ്ക്ക് സ്വീകരിച്ചില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ അയാൾ തന്റെ വിജയത്തിന്റെ പിന്നിലെ സൂക്ഷ്മമായ കാര്യത്തെ യഥാരീതിയിൽ വിലയിരുത്തിയില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് പറയുന്നത്, എത്ര ഉയരത്തിലെത്തിയാലും നിങ്ങളെ അവിടേക്ക് പൊക്കിവിട്ട കൈകളെ ഒരിക്കലും മറക്കാതിരിക്കുക. ആ കൈകൾ താഴ്ന്നു പോയാൽ, പിടിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത്. നന്ദിയില്ലായ്മ ബന്ധങ്ങളെ നശിപ്പിക്കുകയും കൃതജ്ഞത ബന്ധങ്ങളുടെ ശക്തി കൂട്ടുകയും ചെയ്യും എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിലൂടെ നാളെ നമ്മൾ ഒന്നുമല്ലാതായി മാറുന്നതിൻ്റെ ചില കാരണങ്ങൾ നോക്കുകയായിരുന്നു. ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക. ഇതൊരു വലിയ സബ്ജക്റ്റ് ഒന്നുമല്ല, നമ്മൾ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട കാര്യം മാത്രമാണ്. ചിലപ്പോൾ നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരാൾ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് നമ്മൾ തിരുത്താൻ തയ്യാറാവുക. ഇവിടെ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്, ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്നവ. അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ കീഴിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.